സ്റ്റീവൻ ജെ സാസൺ എന്ന് പറഞ്ഞ ഒരാളുടെ പേര് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ കേട്ടോ. ഈ സ്റ്റീവൻ ജെ സാസൺ ആണ് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ഇൻവെൻറ്റ് ചെയ്തയാൾ. അദ്ദേഹം എവിടെ ഇരുന്നാണ് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ഇൻവെൻറ്റ് ചെയ്തതെന്നറിയാവോ? അദ്ദേഹം ഈസ്റ്റ്മാൻ കൊഡാക്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി ഇൻവെൻറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം കമ്പനി അല്ലെങ്കിൽ കൊഡാക്കിന് അത് പ്രസൻറ്റ് ചെയ്തു. പറഞ്ഞു, ഇനി ഇതാണ് ബെസ്റ്റ് സാധനം. നമ്മൾ നേരത്തെ ഈ നെഗറ്റീവും റീലും ഒക്കെ വെച്ച് ഫോട്ടോ എടുക്കുന്ന ആ പരിപാടിയൊക്കെ അതങ്ങ് മാറിപ്പോകും. ഇപ്പം ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയാണ് ബെസ്റ്റ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൊഡാക്കിൻ്റെ വലിയ ഉദ്യോഗസ്ഥന്മാർ ഈ സ്റ്റീവൻ ജെ സാസനെ വെറും പുച്ഛത്തോടെ നോക്കിയിട്ട് അദ്ദേഹത്തെ സൈഡിലോട്ട് അയാളുടെ റോളിൽ നിന്ന് അങ്ങ് മാറ്റിവെച്ചു. കാരണം എന്താണ്? ഇപ്പോൾ മാർക്കറ്റ് ഏറ്റവും ബെസ്റ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ആ നോർമൽ പഴയ ഫോട്ടോഗ്രാഫിയിലായിരുന്നു. അന്നേരം ആ പഴയ ഫോട്ടോഗ്രാഫിയിൽ ബെസ്റ്റ് റവന്യൂ വന്നുകൊണ്ടിരിക്കുകയാണ്. വേൾഡിലെ ലീഡിങ് ഫോട്ടോഗ്രാഫി കമ്പനിയാണ്. ഉള്ള സെയിൽസിൻ്റെ ടാർഗറ്റ്സ് എല്ലാം ബീറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അന്നേരം ഈ അണ്ണൻ ഒരു കോപം കൊണ്ട് വന്നിരിക്കുന്നു, ഇതാണ് ഇനി പുതിയ സാധനം എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഒരു മെൻറ്റാലിറ്റി അവർ രൂപീകരിച്ചു. ഇതാണ് പീക്ക്, ഇതിൽ നിന്ന് അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ അവർ തെറ്റി. ഇപ്പം കൊഡാക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ പേര് കേൾക്കാനുണ്ടോ? ഇല്ലേ. അതുപോലെ ഒരു കമ്പനിയാണ് നോക്കിയയുടെ പേരിപ്പം കേൾക്കാനൊക്കെ ഉണ്ട്. പക്ഷേ നോക്കിയ മൊബൈൽ ഫോണിനകത്ത് ലീഡറായിരുന്നു. ആ ലീഡർഷിപ്പ് പൊസിഷനിൽ നിന്ന് താഴോട്ട് തള്ളി മാറ്റാൻ കാരണം എന്താണ്? ബിക്കോസ് ദേ ഡിഡ് നോട്ട് അഡോപ്റ്റ് ടു ന്യൂ ടെക്നോളജീസ്. അവർ വിചാരിച്ചത് ആ പഴയ ടെക്നോളജിയാണ് ബെസ്റ്റ്, അതിൽ നിന്ന് ഇനി മുമ്പോട്ട് പോകത്തില്ല എന്നുള്ള ചിന്തയിലിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനെ മറികടക്കാൻ അടുത്ത ആൾ വന്നു. അങ്ങനെ അത് ഫോറിനിലെ കമ്പനീസ്. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ പേര് പറയുന്നതിന് മുമ്പേ ഞാൻ ഇന്നലത്തെ ഒരു വീഡിയോയെ പറ്റി ഒന്ന് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെ ഒരു വീഡിയോയ്ക്കകത്ത് ഞാൻ സ്മാർട്ട് പ്ലസ് നോർമൽ ആൾക്കാരെ പറ്റി പറഞ്ഞു. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ സ്മാർട്ട് പേഴ്സൺ ആൻഡ് എ നോർമൽ പേഴ്സൺ. ആ കൂട്ടത്തിൽ ഞാൻ ഒരു സ്റ്റുപ്പിഡ് പേഴ്സണിനെ കുറിച്ചിട്ടും പറഞ്ഞായിരുന്നു. ആ സ്റ്റുപ്പിഡ് പേഴ്സൻ്റെ ഗ്രൂപ്പിൽ വരുന്നതാണ് ഈ കൊഡാക്കും മറ്റേ നോക്കിയായും. അതുപോലെ ഇന്ത്യയിൽ ഒരു ലീഡർ കമ്പനിയുണ്ട്. ഇന്നവർ ലീഡറാണ്, പക്ഷേ അവർ കൊഡാക്കിൻ്റേതും നോക്കിയയുടേതും അതേ പാദങ്ങളിൽ പിൻപറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണെന്നറിയാവോ? യെസ്, മാരുതി സുസുക്കി. പ്രശ്നം റിസൾട്ട്സിലല്ല, ഔട്ട്ലുക്കിലാണ്. ഇപ്പോൾ റിസൾട്ടും അത്ര കേമൊന്നുമല്ല. 4.3% റിഡക്ഷൻ ഇൻ പ്രോഫിറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. 4.4 കൂടുതൽ ശതമാനം റിഡക്ഷൻ ഇൻ പ്രോഫിറ്റാണ്. അതിപ്പം ചില കാലാവസ്ഥയോ ചില പ്രശ്നങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വരും. പക്ഷെ ഒരു ഔട്ട്ലുക്ക് ഉണ്ടല്ലോ, ഔട്ട്ലുക്ക് ശരിയല്ലെങ്കിൽ അത് പണി കിട്ടും. ഇപ്പോൾ മാരുതിയുടെ ചെയർമാനുണ്ട് മിസ്റ്റർ RC ഭാർഗവ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം നമുക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഇങ്ങോട്ട് നോക്കിക്കാട്ടെ. അദ്ദേഹം പറയുന്നത് ഓൺലി 12% ഓഫ് ഇന്ത്യൻ ഹൗസ് ഹോൾഡ്സ് ക്യാൻ അഫോർഡ് ടു ബൈ എ കാർ. അദ്ദേഹത്തിൻ്റെ നിയമപ്രകാരം ആർക്കെങ്കിലും 12 ലക്ഷത്തിൽ കൂടുതൽ ആനുവൽ ഇൻകം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് 12 ലക്ഷത്തിൽ കൂടുതൽ ആനുവൽ ഇൻകം ഉണ്ടെങ്കിൽ അവർ ടോപ്പ് 12% ഓഫ് ഇന്ത്യൻ ഹൗസ് ഹോൾഡിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഓൺലി 12% ഓഫ് ഇന്ത്യൻ ഹൗസ് ഹോൾഡ് ക്യാൻ ബൈ എ കാർ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാട്ടെ, ഒരു കുടുംബത്തിൽ 12 ലക്ഷം ആനുവൽ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കാർ വാങ്ങാൻ പറ്റത്തുള്ളൂ. അതെന്തൊരു മണ്ടത്തരമാണ്. നമ്മളിപ്പം ആദ്യം കിട്ടുന്ന ആ ഒരു ഗ്രൂപ്പ് ഓഫ് സാലറിയും കൊണ്ടാണ് കാർ വാങ്ങുന്നത്. അതോ ഒരു 4 വർഷം നിനക്കൊരു 6 ലക്ഷം മാത്രം ശമ്പളം ഉണ്ടെന്ന് വിചാരിച്ചു, അതിൻ്റെ ഹാഫ് നിങ്ങളൊരു 3-4 വർഷം സേവ് ചെയ്തു ഇൻവെസ്റ്റ് ചെയ്തൊക്കെ അതിൽ കൂടുതൽ ഉണ്ടാക്കരുത് ഒരു കാർ വാങ്ങുന്നതിന്. ഈ മാരുതിയുടെ ഏറ്റവും ലോ എൻഡ് കാറ് അല്ലെങ്കിൽ എൻട്രി ലെവൽ കാറ് ആൾട്ടോ ഇപ്പോൾ വിൽക്കുന്നത് ഏതാണ്ട് 5-6 ലക്ഷത്തിനാണ്. അതുതന്നെയാണ് ഒരു കുഴപ്പം. ഈ 6 ലക്ഷം ആർക്കും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലേ? 12 ലക്ഷം സാലറി ഇല്ലാത്തവൻ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പക്ഷേ വാട്ട് ഹീ ഈസ് ഡൂയിങ് ഈസ് ദാറ്റ് അവരുടെ കാറിൻ്റെ വില കൂടിപ്പോകുന്നതിന് വേറെയൊരു
കൊനിഷ്ട് പിടിച്ച ഒരു ഔട്ട്ലുക്ക് കൊടുക്കുകയാണ്, അത്രയേ ഉള്ളൂ. 2020 2.5 ലക്ഷം രൂപ വിലയുള്ള ഒരു കാറ് 5 വർഷത്തിനുള്ളിൽ ഒരു 5-6 ലക്ഷം രൂപ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊരു സ്റ്റീപ്പ് ഹൈക്കാണ്. ആ ഹൈക്കിൻ്റെ കാരണം ഇവരുടെ ഗ്രീഡാണ്, ഈ കാർ കമ്പനീസിൻ്റെ ഗ്രീഡാണ്. നമ്മൾ നോക്കിക്കോണം, മാരുതി എന്ന് പറഞ്ഞ കമ്പനി അതങ്ങനെ ഹൈ എൻഡ് കാറൊന്നും വിൽക്കുന്ന കാറല്ല. അതിൻ്റെ കൂടുതലും മാക്സിമം ബൾക്ക് ഓഫ് ദ സെയിൽസ് നടക്കുന്നത് ഈ എൻട്രി ലെവൽ കാർസാണ്. എൻട്രി ലെവൽ കാർസ് എന്ന് വെച്ചാൽ ആൾട്ടോ, വാഗണാർ, അങ്ങനെയൊക്കെയുള്ള ചില ഗ്രൂപ്പ് ഓഫ് കാർസ് ഉണ്ടല്ലോ, ആ കാർസിനാണ് ഈ മാക്സിമം ഗ്രോത്ത് കിട്ടുന്നത്. ആ ഗ്രോത്തിൽ നിന്ന് ഇവരെന്ത് ചെയ്തെന്നറിയാവോ, ഈ മറ്റ് കമ്പനീസ് ഉണ്ടല്ലോ, ഹുണ്ടായും അങ്ങനെയൊക്കെയുള്ള കമ്പനീസ്, അവർക്ക് ഈ എൻട്രി ലെവൽ കാർസ് കുറവാണ്. ഹുണ്ടായുടെ ഒരു ഇയോൺ എന്നൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ടാറ്റയ്ക്കും നേരത്തെയുള്ള ഇൻഡിക്കയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ അങ്ങ് പോയല്ലോ. ഇപ്പം ആ ഒരു എൻട്രി ലെവൽ സെഗ്മെൻറ്റിനകത്ത് മാരുതിയേ ഉള്ളൂ സിംഗിൾ സോൾ ഓണർ, അല്ലെ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ആളില്ല. അതുകൊണ്ട് ഇവർ നാച്ചുറലി വിചാരിച്ചു ഈ മനുഷ്യരെ പറ്റിച്ച് അങ്ങ് പ്രൈസ് കൂട്ടാമെന്നുള്ള കാര്യം. അന്നേരം 2.5 ലക്ഷം രൂപ വിലയുള്ള ഈ ആൾട്ടോയ്ക്ക് ഇപ്പം 5-6 ലക്ഷം രൂപ വിലയാക്കി വെച്ചിരിക്കുകയാണ്. ഇന്ത്യൻ കസ്റ്റമേഴ്സ് പ്രൈസ് കോൺഷ്യസാണ് തീർച്ചയായിട്ടും, പക്ഷേ അവർ വാല്യൂ കോൺഷ്യസും കൂടെയാണ്. ഈ ചീപ്പായിട്ടുള്ള ഗുഡ്സ് കൊടുക്കുമ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടെ ചെക്ക് ചെയ്യും. ഇപ്പോൾ ആൾട്ടോയ്ക്ക് 3 ലക്ഷമോ 2.5 ലക്ഷം രൂപയ്ക്കുള്ള ആൾട്ടോയ്ക്ക് നമ്മൾ എയർ ബാഗ്സ് കൊടുത്തില്ല എന്ന് വിചാരിച്ചു, പ്രശ്നമില്ല. പക്ഷേ ഒരു എയർ ബാഗിൻ്റെ പേരിൽ ഒരു 3 ലക്ഷം എക്സ്ട്രാ കൂട്ടിക്കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇന്ത്യൻ കസ്റ്റമർ പറയും അത് പറ്റത്തില്ലല്ലോ മോനെ എന്ന് പറയും. ഇപ്പോൾ ഇവരെന്താണാവോ ചെയ്തിരിക്കുന്നത്, ഈ ഭാർഗവ സാറ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രൈസൊക്കെ കൂട്ടേണ്ടി വന്നു. ഓഹോ, എന്താണാവോ ഈ റെഗുലേഷൻസ്? ബേസിക്കലി സേഫ്റ്റി റെഗുലേഷൻസും എമിഷൻ നോർംസും ആണ് ഈ പറയുന്നത്. പക്ഷേ അത് ഗ്ലോബലി ഒത്തിരി ഏതാണ്ട് റെഗുലേഷൻ വന്നെന്നുള്ള കാര്യത്തിലാണ് ഈ പറയുന്നത്. ഈ 2 സാധനങ്ങളേ ഉള്ളൂ. എക്സ്ട്രാ എയർ ബാഗ്സ് ഫിറ്റ് ചെയ്യേണ്ടി വരുന്നു. പിന്നെ ഇപ്പം BS6 ആയതുകൊണ്ട് BS6 എല്ലാ വാഹനങ്ങളും അത് എമിഷൻ നോംസ് ഫോളോ ചെയ്യണമെന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. പക്ഷെ അതിന് ഈ 2.5, 3, 4 ലക്ഷം രൂപ എക്സ്ട്രാ ചാർജ് ചെയ്യുന്നത് ന്യായമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഇപ്പോൾ നമുക്കറിയാമല്ലോ ഒരു എയർ ബാഗ് ഫിറ്റ് ചെയ്യുന്നതിന് എത്ര രൂപ വരും എന്നുള്ള കാര്യം. 4 additional rear airbags car would cost just 6,000. അന്നേരം 4 എയർ ബാഗിന് 6,000 രൂപ. ഓ ശരി, ചിലപ്പം ഈ പറയുന്ന നിതിൻ ഗഡ്കരി സാർ ഇച്ചിരി വില കുറച്ചങ്ങ് പറഞ്ഞെന്ന് വിചാരിച്ചു, ഐ ക്യാൻ ടേക്ക് ഇറ്റ്. ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 15,000 രൂപ, ഇതിൻ്റെ ഡബിൾ തന്നെ കൊണ്ടുവെക്കൂ. പക്ഷേ എവിടെയാണ് ഇതിൻ്റെ ഡബിളും ആ ഡിഫറൻസും? പിന്നെ BS6 നോംസ് എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ബാധകമല്ലേ, ഈ കാറിന് മാത്രമല്ലല്ലോ. നിങ്ങൾ ബൾക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഓരോ കാറിന് സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും ഫിറ്റ് ചെയ്യുന്നുണ്ടോ? ബിക്കോസ് അത് ബൾക്കായിട്ട് വരുന്ന സാധനത്തിനാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രാജുവലി കോസ്റ്റ് കുറയ്ക്കും. ഇതിനകത്ത് ന്യായമായിട്ട് ഒരു 30,000 കൂടുതൽ റേറ്റ് കൊടുക്കേണ്ട ഒരു കാര്യവും എനിക്ക് തോന്നുന്നില്ല. ആബ്സല്യൂട്ട്ലി നോ. ബിക്കോസ് ഇത് ഷോറൂമാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് റോഡ് ടാക്സ് മറ്റേ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്നല്ല വാങ്ങുന്നത് റോഡ് ടാക്സ്. അന്നേരം മറ്റേ വേറെ പല ടാക്സസും ഒക്കെ കാണുമായിരിക്കും, അതൊക്കെ കസ്റ്റമറാണ് കൊടുക്കുന്നത്. പക്ഷേ നിങ്ങളുടെ കാറിൻ്റെ പ്യുവർ ആ ഒരു വാല്യൂ ഇത്രമാത്രം കൂട്ടി കൊടുക്കേണ്ട കാര്യം ഉണ്ടോ? ഐ ഡോണ്ട് തിങ്ക് സോ. അന്നേരം എന്താണ് ചെയ്തത് നമ്മുടെ ഭാർഗവ സാറ് ചെയ്തതിൻ്റെ ഒരു ഗുണം കാണണോ? വേണ്ട, നമുക്ക് ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കാം. ഇതാണ് ഞാനൊരു ഷീറ്റ് ഉണ്ടാക്കിയത്. ഈ മാരുതിയുടെ ഏറ്റവും ലോവർ എൻട്രി ലെവൽ വെഹിക്കിൾസാണ് മാരുതി ആൾട്ടോയും മാരുതി സുസുക്കി വാഗണാർ. ഈ ഗ്രൂപ്പിലെ വണ്ടികൾ മേടിക്കുന്നത് നാച്ചുറലി പണ്ടായിരുന്നു, ഇപ്പോഴത്തെ കാര്യമല്ല, പണ്ട് നാച്ചുറലി ഒത്തിരി പേര് ഈ ബൈക്കിൽ ഓടിച്ച ആൾക്കാരാണ്. അവർ നാച്ചുറലി അവരുടെ ഫസ്റ്റ് കാർ എന്ന രീതിയിൽ ആൾട്ടോയും സുസുക്കി വാഗണാറും ഒക്കെ വാങ്ങുന്നത്. അത് ഒരു നാച്ചുറൽ പ്രോഗ്രഷൻ, ഒരു അപ്വേർഡ് മൊബിലിറ്റിയുടെ ഒരു സൈനായിരുന്നു. പക്ഷേ ഇവർ ആ അപ്വേർഡ് മൊബിലിറ്റിക്ക് വേണ്ടി അവർ ത്രഷോൾഡ് യൂഷ്വലി ഒരു സ്മാർട്ട് പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുന്ന ആളാണെങ്കിൽ അവർ ലോവർ ത്രഷോൾഡ് വെച്ചിരിക്കും. ബിക്കോസ് ഈ
ബൈക്കുകാരന് ഒരു കാറ് വാങ്ങുവാനായിട്ട് ജമ്പ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു വിലയായിരുന്നു 2.5 lakhs. അത് ഒരു മോശമായ വിലയല്ലായിരുന്നു, അത് വളരെ നല്ലതായിട്ടൊരു വിലയായിരുന്നു. പക്ഷേ അതിപ്പം 3 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോബബ്ലി ഹി ക്യാൻ സ്ട്രെച്ചസ് എ ബിറ്റ്. 3 കഴിഞ്ഞിട്ട് പയ്യെ എല്ലാം വർഷം കൂട്ടി അത് 6 വരെ പോയിട്ട് 5.6 lakhs ആണ് ഒരെണ്ണം വന്നിരിക്കുന്നത്. ഇത് 6.24 lakhs ആയി വന്നിട്ടുണ്ട്. അന്നേരം ഈ 6 lakhs പ്ലസ് 6 lakhs കൊണ്ട് നമ്മൾ നിർത്തുകയാണ് എൻട്രി ലെവലിനെ. അന്നേരം നെക്സ്റ്റ് ലെവൽ ഏതാണ്? നെക്സ്റ്റ് ലെവൽ ഇച്ചിരി ഒരു 50,000 കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബാലനോ കിട്ടും, അല്ലെങ്കിൽ ഒരു 1.5 lakhs കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡിസയർ കിട്ടും. ആ ലെവലിൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഗ്രാജ്വലി ഈ 6-7 ലക്ഷം കൊണ്ടുവരുന്ന ഈ എൻട്രി ലെവൽ മനുഷ്യൻ നാച്ചുറലി തിങ്ക് ചെയ്യും, എന്നാൽ 2 ലക്ഷം എക്സ്ട്രാ കൊടുത്താൽ പോരെ, അത് നമുക്ക് കൊടുക്കാം. അതേ രീതിയിൽ അവരങ്ങ് ജമ്പ് ചെയ്യുവാണ് ടു ദ നെക്സ്റ്റ് ലെവൽ. അന്നേരം അവർക്ക് റിയലി ഒരു എൻട്രി ലെവൽ കാറിന് വേണ്ടി വന്ന ആൾക്ക് നിങ്ങളെ ബാരിയർ അങ്ങ് പൊക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ നെക്സ്റ്റ് ലെവലിലോട്ട് അങ്ങ് ചാടുകയാണ്. അതിനകത്ത് പ്രശ്നം എന്താണെന്നറിയാമോ? ആ ചാടുന്ന ആൾക്കാർക്ക് ചാടാം, പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കാശ് എക്സ്ട്രാ ഉണ്ടാക്കാം ഇങ്ങനെയുള്ള കാറുകളൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട്. പക്ഷേ അത് ഇംഗ്ലീഷിലൊരു പ്രോവർബുണ്ട്, ഡു നോട്ട് കിൽ ദ ഗൂസ് ദാറ്റ് ലേസ് ഗോൾഡൻ എഗ്സ്. മാരുതിയുടെ ഗൂസ് ദാറ്റ് ലേസ് ഗോൾഡൻ എഗ്സ് ഈസ് എൻട്രി ലെവൽ കാർസ്. അല്ലാതെ ഇച്ചിരി ഹൈ ലെവൽ ബിഗ് സെഡാനും SUVയും ആ ലെവലിലുള്ള കാർസ് അല്ല മാരുതിയുടെ സ്പെഷ്യാലിറ്റി. മാരുതിക്ക് അതുണ്ട്, അതിന് എക്സായും ഒക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ റിയൽ കോർ, ദ ബ്രെഡ് വിന്നർ, ഈ ലോവർ ലെവൽ പാർട്ടീസാണ്. അവനെ നിങ്ങൾ കൊല്ലുകയാണ് ചെയ്യുന്നത് ഇപ്രാവശ്യം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജമ്പ് ചെയ്ത് വരുന്നവനൊരു 2.5 to 3 ഓർ മേ ബി ഇവൻ 3.5 lakhs വരെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആളിനെ കൊണ്ട് നിങ്ങൾ 6.5 ഒക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്താണെന്നറിയാം, നാച്ചുറലി യു ആർ കിൽഡ് ദാറ്റ് സെഗ്മെൻറ്റ്. പ്രോഡക്റ്റ് സെഗ്മെൻറ്റേഷൻ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ സെഗ്മെൻറ്റിനെ കാത്തു സൂക്ഷിക്കേണ്ടത് അത് നിൻ്റെ ചുമതലയല്ലാതെ മറ്റുള്ളവൻ്റെ അല്ല. നാച്ചുറലി നിങ്ങൾ എന്ത് ചെയ്തു, മറ്റേ സെഗ്മെൻറ്റിലോട്ട് നിങ്ങളുടെ ഈ പോസിബിൾ കസ്റ്റമേഴ്സിനെ ജമ്പ് ചെയ്യിപ്പിച്ചു. ഇവിടെ നിങ്ങളുടെ ലോവർ സെഗ്മെൻറ്റ് ഉണ്ടല്ലോ, എൻട്രി ലെവൽ, യു ആർ ദ കിങ്. പക്ഷേ നെക്സ്റ്റ് ലെവൽ സെഗ്മെൻറ്റിൽ പോയി കഴിയുമ്പോഴത്തേക്ക് യു ആർ നോ മോർ ദ കിങ്. യു ഹാവ് സ്റ്റിഫ് കോമ്പറ്റീഷൻ ഫ്രം ഹ്യുണ്ടായി, ഹോണ്ട, ടൊയോട്ട, കിയ, പിന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ടാറ്റ. അതൊരു സ്റ്റിഫ് കോമ്പറ്റീഷനായി. So you will be killed in one of those groups, or you will have a very smaller margin out of the total customer base. നിൻ്റെ റിയൽ കസ്റ്റമർ ബേസിലുള്ളവനെ നീ കൊല്ലുകയും ചെയ്യുവാണ്. മുകളിൽ പോയി കഴിയുമ്പോഴത്തേക്ക് അവിടെ കോമ്പറ്റീഷൻ കാരണം നിനക്ക് പണിയും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഭാർഗവ ചേട്ടൻ മാരുതിക്ക് വേണ്ടി ചെയ്യുന്ന പണി. പ്രോബബ്ലി നമ്മുടെ മാരുതിക്കാർ ആപ്പിളിൻ്റെ പ്രൈസിങ് മോഡൽ അഡാപ്റ്റ് ചെയ്തിട്ടായിരിക്കും ഈ പരിപാടി ചെയ്തത്. ആപ്പിളിൻ്റെ എന്തെങ്കിലും ഒരു ഗാഡ്ജറ്റ്സ് നിങ്ങൾ വാങ്ങാൻ പോയി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ മാക്ബുക്കോ മാക് മിനിയോ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ യൂഷ്വലി ഒരു ലോവർ ലെവലിൻ്റെ ഒരു ട്രാപ്പ് അല്ലെങ്കിൽ ഒരു ബെയ്റ്റ് കണ്ടിട്ടാണ് പോകുന്നത്. എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഈ കോൺഫിഗറേഷനൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഇത് ഇച്ചിരി കുറവാണല്ലോ, ഇതിനെക്കാട്ടിലും ഒരു മുകളിലത്തെ ഒരു ലെവലിൽ പോയി കഴിഞ്ഞാൽ പെയ്യാൻ നമ്മൾ അടുത്ത ലെവലിലോട്ട് ജമ്പ് ചെയ്യും. ആപ്പിളിന് അത് ഭയങ്കര ട്രിക്കാണ് കേട്ടോ. അവർ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ അടുത്ത ലെവലിലോട്ട് അതുപോലാണ് അടുക്കി വെക്കുന്നത്. നമ്മൾ അടുത്ത ലെവലിലോട്ട് ജമ്പ് ചെയ്യും. അടുത്ത ലെവലിൽ ചെല്ലുമ്പോഴത്തേക്ക് പിന്നെയും പെയ്യെ മോഹങ്ങൾ തുടങ്ങും. ഇത്രയൊക്കെ വാങ്ങുന്നില്ല, എന്നാൽ പിന്നെ ഇതും കൂടെ ആയിക്കോട്ടെ. അങ്ങനെ നമ്മളെ കൊണ്ട് ലെവൽ ജമ്പ് ചെയ്യിപ്പിക്കും. ആ പരിപാടിയാണ് ഈ മാരുതി നോക്കുന്നത്. പക്ഷേ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും രണ്ട് കളിയാണ്. ആപ്പിൾ ഈസ് എ മോണോപ്പൊളി. ബിക്കോസ് ആപ്പിളിനെ കോമ്പീറ്റ് ചെയ്യാനായിട്ട് വിൻഡോസിൻ്റെ ഉണ്ടായിരിക്കും. പക്ഷേ ആക്ച്വലി ഈ മാക്ബുക്ക് ലെവലിനകത്ത് മാക് OSനകത്ത് ആപ്പിളേ ഉള്ളല്ലോ, സോൾ കിങ്. അതുകൊണ്ട് ആപ്പിളിന് ആ പരിപാടി ചെയ്യാം. പക്ഷേ മാരുതി അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റിയെന്നറിയാമോ? നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ കസ്റ്റമറിനെ ഹുണ്ടായുടെയും ഹോണ്ടയുടെയും ടൊയോട്ടയുടെയും കിയായുടെയും ഒക്കെ വായിലോട്ട് കൊണ്ട് ഇടുകയാണ്. ഇത് ഏറ്റവും വലിയ ആനമണ്ടത്തരമാണ്. ഐ തിങ്ക് ഇറ്റ് ഈസ് എ സ്റ്റുപ്പിഡിറ്റി ഫ്രം മാരുതി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ലൈക്ക് ചെയ്യുന്നതിനകത്ത് പ്രശ്നം വരുത്തില്ലല്ലോ. ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി വീണ്ടും കണ്ടുമുട്ടുന്ന വരെ പീസ്.